സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പം ഉച്ചയ്ക്ക് പറയില്ലേ, നമ്മളിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുന്ന കാരണം മൊബൈലിലുള്ള ന്യൂസുകളൊക്കെയാണ് കാണുന്നത്. ഇപ്പം ഉച്ചയ്ക്ക് ടി വി ഒന്ന് ഓൺ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഈ സർക്കാരിൻ്റെ പരിപാടി അതെനിക്ക് പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതിദാരിദ്ര്യ മുക്ത കേരളമോ ഏതാണ്ട് അതിന് പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞാൽ 2 പേര് വരത്തില്ല. ഒന്ന് മോഹൻലാലൊന്നും കമലഹാസൻ. മമ്മൂട്ടി വരും, അവിടെ തിരുവനന്തപുരത്തുണ്ടെന്നൊക്കെ കാണിച്ചു. അവരെ നമ്മൾ കുറ്റം പറയത്തില്ല. പക്ഷേ ഈ വരാതിരുന്നവരുടെ പറ്റിയുള്ള കാരണങ്ങൾ അവർ പറഞ്ഞതല്ല, ഈ മാധ്യമങ്ങൾ പറയുന്നത്. അവർ നേരത്തെ പരിപാടി ദുബൈയിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ കമലഹാസനാണെങ്കിൽ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയുമായിട്ട് ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വരാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ കിഴങ്ങന്മാർ ഇവരുടെ ഈ പരിപാടികളൊന്നും നേരത്തെ അറിയാൻ വയ്യാതാന്ന് ഇത് സെറ്റ് ചെയ്തത്. ഇതും മനുഷ്യനെ കളിപ്പിക്കാനായിട്ട്. കമലഹാസൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ ശരിയാ, നടൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഭയങ്കര ഒരു നടനാണ്. അദ്ദേഹം മോഹൻലാലും മമ്മൂട്ടി ആരും കുറവ് കാണുന്ന പാർട്ടികളല്ല. പക്ഷേ ഇവരുടെയൊക്കെ ടൈം ഇല്ലാതെയാണ് ഇവർ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച്. ഇവർ ചുമ്മാതെ നമ്മളെ കേരളത്തിലെ ആൾക്കാരെ കളിപ്പിക്കാനായിട്ട് എന്തോല്ലാം മാർഗങ്ങളുണ്ട്. ഇത് ഒരു പത്രമേ കണ്ടുള്ളൂ, മനോരമയുടെ. ഒന്നാമത്തെ കണ്ട് മറിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വലിയൊരു ഫോട്ടോയുമായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവർക്ക് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്തുള്ള വേറൊരു സമയമുള്ള ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണ്ടേ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, ഞാനിത് ഉച്ചയ്ക്കാണ് പറയുന്നത്, അതുകൊണ്ട് ഗുഡ് നൈറ്റ് പറയുന്നില്ല. ഇതൊക്കെ ഉച്ചയ്ക്ക് പറയേണ്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ വൈകിട്ടത്തെ ആകുമ്പോഴത്തേന് വേറെ വിഷയങ്ങൾ വരും. അതുകൊണ്ട് ഉച്ചയ്ക്ക് പറയുന്നു. ഇവരോട് ചോദിക്കാതെ, ഇവരോട് ആവശ്യപ്പെടാതെയും, അല്ലെങ്കിൽ ഇവരുടെ സമയവും ഇല്ലാതെ, അല്ലെങ്കിൽ ഇവർക്ക് സമയം കൊടുത്തിട്ട് ഇവർ വരാതെയും ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊരു വിരോധാഭാസമാണ്. നാട്ടുകാരെ പറ്റിക്കാനായിട്ടുള്ളൊരു സർക്കാരാണ്, യാതൊരു സംശയവും ഇല്ല. ഓക്കെ, ബൈ.